ഗൈസ്, വെൽക്കം ടു ദ മീഷോ. അപ്പോൾ ബാക്ക് ടു സ്കൂളിലെ ഷോപ്പിംഗ് ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ ഒരു ലിസ്റ്റൊക്കെ എഴുതിയിട്ടുണ്ട്, അപ്പം നമുക്ക് കാണാം. വെച്ചിട്ടുണ്ട് കേട്ടോ ഈ യജമാനൊക്കെ നമുക്ക് ഉണ്ടായിരുന്നു. നമുക്ക് ബോക്സ് ആയിട്ട് കിട്ടൂല കേട്ടോ. അതുകൊണ്ട് ഞാൻ പിന്നെ ഒരു 2 3 രീതിയിൽ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ആയിരുന്നു കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ ലിസ്റ്റിൽ എഴുതിയോണ്ട് എനിക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്താൽ മതി ആയിരുന്നു. ഇല്ലേ ഇങ്ങനെ നമ്മൾ ആലോചിക്കുമല്ലോ ഷോപ്പിംഗ് ഇനി എന്താണുള്ളത്, ഇനി വേറെ എന്തെങ്കിലും മറന്നു പോയിട്ടുണ്ടോ എന്നൊക്കെ. അപ്പം ഇവിടെ കുറെ ഡാർക്ക് പെൻസിൽസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര ഡാർക്ക് ആയിട്ടുള്ളതും കുറച്ച് ലൈറ്റ് ആയിട്ടുള്ള. എനിക്കൊരു ലൈറ്റും പിന്നെ ഡാർക്ക് പെൻസിലും ആയിരുന്നു വേണ്ടേ. ഒന്ന് എനിക്ക് ഡ്രോയിങ് ക്ലാസ്സിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡാർക്ക് പെൻസിലും പിന്നെ ഒന്ന് ലൈറ്റ് പെൻസിലും ആയിരുന്നു ഞാൻ എടുത്തേക്കുന്ന. ഒരു 2B'ന്റെയോ 3B'ന്റെയോ ഒക്കെയാണ് കേട്ടോ. പിന്നെ ഇവിടെ കുറച്ച് ഇങ്ങനത്തെ പെൻസിലുകളൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ ഒരു ഗിൽട്ടർ പെൻ എടുത്തിട്ടുണ്ട്. കുറച്ച് നമ്മൾ ആർട്ടൊക്കെ ചെയ്യുമ്പോൾ ഈ ഗിൽട്ടർ പെൻ വെച്ച് ചെയ്താൽ കുറച്ച് ഭംഗിയല്ല. പിന്നെ ഞാനൊരു നോർമൽ പെന്നും എടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് ക്യൂട്ടായിട്ടുള്ള ഇറേസർ ഉണ്ടായിരുന്നു കേട്ടോ. ലൈക്ക് മെർമെയ്ഡ്, പൊട്ടാറ്റോ, വെജിറ്റബിൾസ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതിന് കുറച്ച് റേറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വെറുതെ കാണിച്ചതായിരുന്നു കേട്ടോ. ഭയങ്കര ക്യൂട്ടായിട്ടുള്ളതുണ്ട്. ഞാനൊക്കെ അത് കണ്ടു നിന്നു. പിന്നെ ഇവിടെ ഓരോ കളേഴ്സ് ഞാൻ ആദ്യമായിട്ടായിരുന്നു കണ്ടത്. ഇവിടെ എല്ലാ കളേഴ്സുള്ള ചാർട്ട് പേപ്പറും ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഗോൾഡൻ, പിങ്ക്, വൈറ്റ്. അപ്പം ഞാനെടുത്ത ഒരു 3 വൈറ്റ് ഷീറ്റും പിന്നെ ഞാനൊരു ബ്ലൂ കളർ ഷീറ്റും ആയിരുന്നു എടുത്തത് കേട്ടോ. പിന്നെ ഇവിടെ കുറച്ച് പെയിന്റിന്റെ ബ്രഷും ബർത്ത്ഡേന്റെ ബലൂൺസും ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ വെറുതെ നോക്കിയപ്പോ കണ്ടേന്. ഇങ്ങനെയൊക്കെ നമുക്ക് കാണാൻ ഭയങ്കര ഇഷ്ടമാണല്ലോ. പിന്നെ നോർമലായിട്ട് നമുക്ക് പെയിന്റ് ഒക്കെ വെറുതെ ഒന്നൊന്നായിട്ടുള്ളതുണ്ട് കേട്ടോ. ഒന്നൊക്കെ നമ്മൾ തീർന്നു പോയാലും ഒരു പാക്കറ്റത്തെ അതൊക്കെ നമുക്ക് ഈ യജുമാർട്ടിൽ കിട്ടുന്നതാണ്. പിന്നെ ഞാൻ ഈ ഗമ്മൊക്കെ എടുത്തപ്പം പറഞ്ഞു ഇത് നല്ല രസമുണ്ട്, അടിപൊളിയാണ്. ഞാൻ പിന്നെ നമുക്ക് പേപ്പറിലൊക്കെ ഗം ചെയ്യാൻ പറ്റുന്ന ഒരു ഗമ്മും ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു ഫെവി ഗമ്മും എടുത്തിട്ടുണ്ട്. ഇതൊരു സ്കെച്ചാണ്, നോർമൽ സ്കെച്ച്. എനിക്ക് ക്രയോൺസും പെന്നുകളും അതൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ അത് വാങ്ങിച്ചില്ല. ഞാൻ പിന്നെ വീട്ടിൽ നിന്ന് തന്നെ എല്ലാ കളേഴ്സൊക്കെ വേറെ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇല്ലാത്തത് മാത്രമാണ് ഞാൻ വാങ്ങിച്ചത്. അപ്പൊ എനിക്ക് സ്കെച്ച് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ അത് വാങ്ങിച്ചു. പിന്നെ ഇവിടെ കുറച്ച് ബോട്ടിലുകളൊക്കെ ഉണ്ടായിരുന്നു. അടിപൊളിയായിട്ടുള്ള കുറെ കളേഴ്സ് ഉള്ള ബോട്ടിലുകൾ ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ എനിക്ക് ഈസി ആയിട്ട് കുടിക്കാൻ പറ്റുന്ന ഏത് ബോട്ടിൽ ഉണ്ടോന്നായിരുന്നു ഞാൻ നോക്കിയത് കേട്ടോ. കുറെ എൽസേന്റെ ബോട്ടില്, പിന്നെ ഓറഞ്ച് കളർ ബോട്ടില്, പിങ്ക്, അങ്ങനത്തെ കുറെ ബോട്ടിൽ ഉണ്ടായിരുന്നു. ഞാൻ കാണിച്ചു തന്നില്ലേ, വയലറ്റ് കളർ എൽസേന്റെ ബോട്ടിലൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. എനിക്ക് പിന്നെ അത് വേണ്ടായിരുന്നു. എൻ്റെ കയ്യിൽ നോർമൽ വേറെ ഒരു ബോട്ടിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എനിക്കൊന്ന് ഈസി ആയിട്ട് കുടിക്കാൻ പറ്റുന്ന ഒരു ബോട്ടിലായിരുന്നു ഞാൻ എടുത്തത്. ഓറഞ്ച് കളറിന്റെ അതേ പാറ്റേണിലുള്ള വേറൊരു കളറാണ് ഞാൻ എടുത്തത് കേട്ടോ, പിങ്ക് കളർ. ഞാൻ നോക്കിയത് അവിടെ ഒരു എൽസന്റെ ബാർബിന്റെ ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ അതായിരുന്നു നോക്കിയത് കേട്ടോ. കുറെ അങ്ങനത്തത് ഉണ്ട് കേട്ടോ. ഞാൻ പിന്നെ പിങ്ക് എടുക്കാന്നൊക്കെ വിചാരിച്ചു. പക്ഷെ വയലറ്റിന്റെ ഒക്കെ അടിപൊളിയായിട്ടുള്ള മെർമെയ്ഡിന്റെ ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ ഓറഞ്ച് കളർ, ഗ്രീൻ കളറൊക്കെ പറഞ്ഞിട്ടുള്ള ഉണ്ടായിരുന്നു. എനിക്ക് പിന്നെ ഈ ഒരു കളറായിരുന്നു, ഈ ഒരു ടൈപ്പ് ബോട്ടിലായിരുന്നു എനിക്ക് ഇഷ്ടമായത്. അപ്പൊ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ ബോട്ടിൽ ഉണ്ടായിരുന്നു. ഞാൻ നോക്കിയപ്പോൾ എനിക്ക് എല്ലാ ബോട്ടിലും ഇഷ്ടമായി. അപ്പൊ ഞാൻ പിങ്ക് ബോട്ടിലായിരുന്നു എടുത്തത് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു പിങ്ക് ബോട്ടിലാണ് ഞാൻ എടുത്തത്. ഞാൻ ബുക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല, കാരണം എൻ്റെ ലിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പൊ അതിന് ഞാൻ റാപ്പ് മാത്രം എടുത്തത്. അപ്പം അതിന് ഓറഞ്ച് കളറും ബ്രൗൺ കളറും ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ എനിക്ക് ഓറഞ്ച് കളർ അത്ര ഇഷ്ടമില്ല, അതുകൊണ്ട് ഞാൻ ബ്രൗൺ കളറായിരുന്നു എടുത്തത്.
അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ പൗച്ചൊക്കെ നോക്കുകയായിരുന്നു കേട്ടോ, ഒരു മെർമെയ്ഡിൻ്റെ ഒക്കെ പൗച്ച്. അപ്പം അത് നമ്മൾ എടുക്കാമെന്ന് പറഞ്ഞിട്ട് നിൽക്കുന്ന സമയത്തായിരുന്നു ഞാൻ അതൊക്കെ ചെയ്തത്. അങ്ങനെ ഞങ്ങൾ അതൊക്കെ നോക്കായിരുന്നു. പിന്നെ ഞാൻ പൗച്ച് ഞാൻ കൺഫ്യൂഷനായിരുന്നു ഏത് പൗച്ച് എടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട്. പിന്നെ റൂമിയും കുറേയൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ബോയ്സിനുള്ള സൂപ്പർമാനും സ്പൈഡർമാൻ്റെ ഒക്കെ കുറേ ഉണ്ട്, കുറേ കളക്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ഭംഗിയുള്ള ഇതൊക്കെ ഉണ്ട്. പിന്നെ കുട്ടികൾക്ക് റൂമിനെ പോലത്തെ ആൾക്കാർക്കൊക്കെ അങ്ങനെ നോക്കുമ്പോൾ അങ്ങനെയാണ്. പിന്നെ ഇവിടെ കുറെ കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ജിമാർട്ടിന്റെ ഫ്രണ്ട് തന്നെ കാണുമ്പം എല്ലാം നമ്മൾ കാണുന്നുണ്ട്. പിന്നെ ഞാൻ എടുത്തൊരു പൗച്ച് ഒരു ഫ്രോഗിന്റെ പോപ്പിൻസിന്റെ റെയിൻബോ കളറിലുള്ള ഒരു പൗച്ചാണ്. അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഒരു പൗച്ചായതുകൊണ്ട് ഞാൻ അതങ്ങ് എടുത്തു. പിന്നെ റൂമിൽ ഓരോന്നൊക്കെ എടുക്കുന്നായിരുന്നു. പിന്നെ ഇത് കുഞ്ഞു കുട്ടികൾക്കൊക്കെ പറ്റിയ ബോട്ടിൽസ് ആയിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ലഞ്ച് ബോക്സ് നോക്കുമായിരുന്നു. ഒരു അത്യാവശ്യം നല്ലൊരു സ്പേസ് ഉള്ള ഒരു ബോട്ടിൽ ലഞ്ച് ബോക്സ് ആയിരുന്നു നോക്കിയത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ലഞ്ച് ബോക്സ് ഒന്ന് ഫിക്സ് ചെയ്തു കേട്ടോ. എനിക്ക് ലൈറ്റ് കളേഴ്സ് ഇഷ്ടമായതുകൊണ്ട് ഞാനൊരു ഗ്രീൻ കളറായിരുന്നു എടുത്തത്. അപ്പോൾ സ്റ്റീലിൻ്റെ തന്നെയാണ്. നമ്മൾ ചൂട് കുറേ നേരമൊക്കെ പോവാതെ ഒന്നും നിൽക്കൂല. അത് ഭയങ്കര നമുക്ക് ചൂടൊക്കെ നന്നായിട്ട് കയറുന്നൊരു ബോട്ടിലാണ് ലഞ്ച് ബോക്സ് ആണ് കേട്ടോ. പിന്നെ ഇവിടെ കുറച്ച് ഫയലുകൾ ഉണ്ടായിരുന്നു. നമുക്ക് ഈ ഡ്രോയിങ് ഒക്കെ സ്കൂളിൽ നിന്നൊക്കെ തരുമ്പോൾ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആ ഫയലും എടുത്തു, ബ്ലൂ കളർ ഫയല്. പിന്നെ ഇവിടെ കുറച്ച് കിറ്റുകൾ, ലഞ്ച് കിറ്റുകളൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് സ്റ്റിക്കർ വേണമായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ആ സ്റ്റിക്കർ നോക്കിയപ്പോൾ എനിക്ക് പറ്റിയൊരു സ്റ്റിക്കർ കണ്ടില്ല. അവിടെ കുറച്ച് നമ്പേഴ്സും കുറച്ച് ഷേപ്പുകളായിരുന്നു ഉണ്ടായിരുന്നു. എനിക്ക് ഞാൻ പൗച്ച് നമ്മൾ എജുമാർട്ടിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ വേറൊരു ഷോപ്പിലാണ് അവിടെ വേറൊരു ബാഗ് നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞല്ലോ ഒരു കുട്ടി ബാഗ് ഇവളും മറ്റേ ടോയ്സ് ഒക്കെ എടുക്കണം. ഞാൻ ഈ സമയത്ത് സ്ലൈമൊക്കെ നോക്കുന്നുണ്ട്. പക്ഷെ ബാക്ക് ടു സ്കൂളല്ലേ, നമുക്ക് അങ്ങനത്തെ കൊണ്ടുപോകാൻ പറ്റില്ല. എന്താ നോക്കുന്നത്? ഈ ടോയ്സ് ഒക്കെ നോക്കാമല്ലോ നമുക്ക്. ബാർബിനാണ്, പക്ഷേ ഇത് എന്തിനാണ് ഒന്നിനും കൊള്ളൂല, ഒരു രസമല്ല. പക്ഷേ രസം കേട്ടോ, നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണ്. ഇതൊക്കെ നമ്മൾ ജുമാർട്ടിൽ കണ്ട പോലെ തന്നെ യൂണിക്കോണിൻ്റെ ആയിരുന്നു, ഗാലക്സി ടൈപ്പ്. പിന്നെ ഇവിടെ നമ്മൾ വേണ്ടി വെച്ച ബാഗുകളൊക്കെ. ആഹാ, ടോയ്സ് ഒക്കെ എടുക്കുന്നു. ഞാൻ ബാഗ് രസമില്ലടാ. ഇത് കുഴപ്പമില്ലല്ലോ, ഈ കളർ നമുക്ക്. പക്ഷെ ഇതിന്റെ റേറ്റ് അങ്ങനെയല്ല, ഇത് കാണുമ്പോ അതെന്താ റേറ്റ് വരുന്നത്? അപ്പം ഗൈസ് നമ്മളെല്ലാം എടുത്തിട്ടുണ്ട്. ബാഗ്, പൗച്ച്, ലഞ്ച് കിറ്റ് അങ്ങനത്തെ ഒക്കെ എടുത്തിട്ടുണ്ട്. ഇന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അത് വീട്ടിൽ പോയിട്ട് ഞാനത് കാണിച്ചു തരാം. പിന്നെ കുറേ വെറൈറ്റി ആയിട്ടുള്ള ബാഗുകളൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ നോക്കിയപ്പോൾ
ഭയങ്കര വലുതൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഒരു മീഡിയം സൈസ് നമ്മൾ ടെക്സ്റ്റ് ബുക്കും നോട്ട്ബുക്കും ഒക്കെ കൊള്ളുന്ന ആ ഒരു സൈസിലുള്ള ഒരു ബാഗാണ് എടുത്തത്. ഞാൻ വീട്ടിൽ നിന്ന് ഞാൻ കാണിച്ചു തരുന്നത് കേട്ടോ. ഒരു ക്യൂട്ട് ഒരു ചെറിയ ബാഗാണ്, എനിക്കും ഇഷ്ടമായി. പിന്നെ എല്ലാ ബാഗിലും ഇങ്ങനത്തെ ഒരു സാധനമുണ്ട്, എനിക്കിഷ്ടമായി. അപ്പോൾ എൻ്റെ പേഴ്സണലായിട്ടുള്ളൊരു കുഞ്ഞു ബുക്കുണ്ട്, അപ്പോൾ അതൊക്കെ നമുക്കതിൽ വെക്കാൻ പറ്റും. ഇങ്ങനത്തെ ഒക്കെ ഉണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഇതിന് നമ്മളെ പേഴ്സണൽ ബുക്കോ പെന്നോ ഒക്കെ ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പം നമ്മൾ ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ബീച്ചിലോട്ട് കുറേ ഉണ്ട് സാധനങ്ങൾ. ഞാൻ വീട്ടിൽ പോയിട്ട് കാണിച്ചു തരാം കേട്ടോ.